ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കൊടൈക്കനാലാണ്. 2 ദിവസം അവധിയാണല്ലോ. ഇന്ന് വ്യാഴാഴ്ച രാത്രി ഞങ്ങളവിടെ നിന്ന് കയറി ജിഷ ഓഫീസിൽ നിന്ന് പൊക്കിക്കൊണ്ടിങ്ങി വന്നു. വെള്ളിയാഴ്ച, ശനി, ഞായറാഴ്ച നമ്മളിവിടെ തിരിച്ചു പോകും. അതാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ റൂമെടുത്തു. ഹോട്ടൽ ടെമ്പിൾ ടവേഴ്സ്, ഇതാണ് സ്ഥലം. കിടിലം കേട്ടോ. നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് 2000 രൂപയ്ക്ക് 3 ദിവസത്തേക്കുള്ള അക്കോമഡേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ 4000 രൂപയ്ക്കാണ്. കിടിലം, നല്ല രസമുണ്ട്. നല്ല റൂമാണ്. ഞാൻ ഈവനിങ് വരുമ്പോൾ റൂമിൻ്റെ ഫെസിലിറ്റി കാണിച്ചു തരാം. അതായത് ഒരു കോട്ടേജ് പോലെ അതിനകത്ത് 3 ഡോറുണ്ട്. 3 ഫാമിലിക്ക് താമസിക്കാം. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം പൂമ്പാറ ചെന്നിട്ട് അവിടെ നിന്ന് കൂകൽ വഴി മന്നമന്നൂർ, പിന്നെ പൂന്തി, കിള്ളവരി എന്നതാണ് സ്ഥലത്തിൻ്റെ പേര്, പിന്നെ കൊല്ലൂർ, ഈ സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പം 1 മണിയായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം മിക്കവാറും പൂമ്പാറയും കൂകലും മന്നമന്നൂർ വരെ പോകാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും കവർ ചെയ്യാം. ഇവിടെ എന്തായാലും ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ അന്തരീക്ഷം. തിരുവനന്തപുരത്തെ ചൂടൊന്നുമില്ല. റൂമിലൊന്നും ഫാനേ ഇല്ല. അതാണ് വേറൊരു ഹൈലൈറ്റ്. അതായത് എപ്പോഴും തണുപ്പാണ്. സിറ്റിയിൽ നിന്ന് മാറിയാണിത്. സിറ്റിയിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറിയാണ് ഈ റൂമുള്ളത്. അതുകൊണ്ട് ഭയങ്കര ശാന്തതയാണ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു ഈ റൂം. ഇതാണ് റോഡ്. പുലി പിടിക്കുമെന്ന്. ഇതാണ് പൂമ്പാറ. റോഡിൽ നിന്നുള്ള വ്യൂ ആണ്. പൂമ്പാറയിലെ ഇതാണ് മെയിനായിട്ടുള്ള സ്റ്റെപ്പ് ഫാമിങ്. പിന്നെ അത് വില്ലേജസും ഇതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഏറ്റവും നല്ല രസം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വഴികളാണ്. ആ വഴികളാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഡെസ്റ്റിനേഷൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, എല്ലാം ഫാം തന്നെയാണ്. അങ്ങനെ നമ്മൾ പൂമ്പാറ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് ഇവിടെ നിന്ന് ഒരു 1.2 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാണ് കറക്റ്റ് പൂമ്പാറ ജംഗ്ഷൻ പോലത്തെ സ്ഥലം എത്തുന്നത്. അവിടെ നിന്ന് നമുക്ക് കൂകൽ പോവാം. കൂകൽ അല്ലെങ്കിൽ മന്നമന്നൂർ പോവാം. ഓക്കെ. ഇതാണ് മന്നമന്നൂരിലെ ഷീപ്പ് ഗോട്ട് ഫാം. നമ്മളിപ്പോൾ മന്നമന്നൂറുള്ള ഷീപ്പ് ഗോട്ട് ഫാമിലാണ് നിൽക്കുന്നത്. പോളി സ്ഥലം, ചുമ്മാ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. കണ്ടില്ലേ എന്ത് വിശാലമായ സ്ഥലമൊന്നും. അതാണ് ലേക്ക്. കൂക്കൽ ലേക്ക് അപ്പുറത്ത് 5 കിലോമീറ്റർ അപ്പുറത്താണ്. നമ്മൾ നേരെ ഇങ്ങ് വന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ സമയമുണ്ടെങ്കിൽ അവിടെ കയറാം, ഇല്ലെങ്കിൽ നമുക്ക് നാളെ അവിടെ കയറാം. എന്നാൽ ഇവിടെ എന്ത് നമുക്ക് തിരക്കുമില്ല. വിശാലമായ തുറന്ന സ്ഥലം. ഞാൻ ഡ്രോൺ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല. അത് ഇവിടെ സൂപ്പറായിട്ട് പറപ്പിക്കായിരുന്നു. നെക്സ്റ്റ് ടൈം അടിപൊളി. ഇതാണ് ഇവിടുത്തെ റാബിറ്റ് ഷെഡ്. ഇതിനകത്ത് ഈ വക റാബിറ്റ്സ് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. വൈറ്റ് ജയൻസ്, സോവിയറ്റ്, ചിൻചില്ല, ഗ്രേ ജൈൻ, ഡച്ച്, ന്യൂസിലാൻഡ് വൈറ്റ്, ബ്ലാക്ക് ബ്രൗൺ. നോക്കാം. വൈറ്റ് ജയന്റ്. இந்த காசு வந்துச்சுல, அதனால இப்ப எழுதல. அதுக்கு முன்னால இருந்து இந்த கருத்து வீட்டு வரி வருஷத்துக்கு கேட்டேன், கொடுக்கவே இல்லை. வீட்டு வருஷத்துல இருந்தா எழுதாம பள்ளியில ஒரு நாள் விட்டு ஒரு நாள் வர சொல்லிக்கிறாங்கன்னு சொன்னாங்க. இது சொல்லிச்சு பார்த்துட்டு திங்கக்கிழமை கிளம்பி வாங்கிட்டு அவங்க தங்கச்சி வீட்டுக்காரர் வந்திருந்தாரு. அவங்க அங்கேயே இருக்கட்டும், இங்கே வந்து ക്യൂട്ട് കേട്ടോ.
ഇത് തീരെ ചെറിയ കുഞ്ഞ്. തീരെ കുഞ്ഞുങ്ങൾ അപ്പുറത്തുണ്ട്. അടുത്തത് ഷീപ്പ് ഷെഡ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. മറ്റേ റാബിറ്റ്സിൻ്റെ ഗ്രില്ലുള്ളതുകൊണ്ട് ഗോപുരയിൽ ഇതെല്ലാം കിട്ടിയിട്ടില്ല. പക്ഷേ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. അത് റീൽസായിട്ടിടാം. ഇത് മന്നമണ്ണൂർ എക്കോ ടൂറിസം. 10 രൂപയാണ് ടിക്കറ്റ്. ക്യാമറയ്ക്ക് 75 എന്നൊക്കെ പറയുന്നു. നോക്കാം എന്തായാലും. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ബോർഡ് ഇതാണ്. വായിച്ചോ. മൊത്തം 26 സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അഡൽട്ടിന് ടിക്കറ്റ് 30, ചൈൽഡിന് 20, വീഡിയോ ക്യാമറ 75. നോക്കാം. സിപ്പ് ലൈൻ ഉണ്ട്, അതിന് 500 രൂപ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കയാക്കിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് 400 രൂപ 2 പേർക്ക്. വെയിറ്റ് ലിമിറ്റ് ഉണ്ട് 70 കിലോ. ലക്കിലി ഞാൻ 69. നീ എത്രടി? 63. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നീന്താൻ അറിഞ്ഞൂടാ. നോക്കാം നമുക്ക്.
അത് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് ഇരിക്കാനുള്ള പാർക്ക്. അതാണ് സിപ്പ് ലൈൻ. അങ്ങനെ സിപ്പ് ലൈൻ ചെയ്യാം. ലേഡീസ് ടോയ്ലറ്റ് ഉണ്ട്, ജെൻസ് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെയാണ് ബോട്ടിംഗ് ഉള്ളത്. അങ്ങനെ കയാക്കിംഗ് ചെയ്തു. വളരെ രസമുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. നല്ല രസമുണ്ട്. ഇതിനകത്തിട്ടാണ് ചെയ്തത്. കൊള്ളാം. നമ്മൾ 2 പേരും എൻജോയ് ചെയ്തു. അടുത്തത് നമ്മൾ കൂക്കൽ എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് 5 കിലോമീറ്ററാണ്. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് വന്നത്. റോഡിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് 5 കിലോമീറ്റർ പോകണം. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ലെഫ്റ്റ്. പിന്നെ നമുക്ക് കൂക്കലിലേക്ക് പോകാം. അവിടെ പോയിട്ട് ആ ലേക്കിൽ പോയി നിൽക്കാം കുറച്ച് നേരം. ഇതാണ് കൂക്കൽ ലേക്ക്. ഇതാണ് ആ ലേക്ക്. നമ്മളിപ്പോൾ മുകളിലാണ്. താഴോട്ട് പോവാം. ഇതെല്ലാം താമര മുട്ടുകളാണ് കേട്ടോ. ഇത് വിരിഞ്ഞൊരിക്കും എന്ത് ഭംഗിയായിരിക്കും. അതായത് നീല കളറിൽ വിരിഞ്ഞു വരുന്നു. ഇത് മുഴുവൻ താമര മുട്ടുകളാണ്. ഞാൻ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ വിചാരിച്ചു ഇത് മറ്റേ കുളവാഴിയായിരിക്കും, നമ്മുടെ ആക്കുളത്തുള്ള പോലെ. അടിപൊളി സ്ഥലം കേട്ടോ. ഇത് വിരിയുമ്പോൾ മുട്ട വ്യൂ ആയിരിക്കും. ഇതാണ് കൂക്കലിലെ വ്യൂ പോയിന്റ് എന്നുള്ള സ്ഥലം. വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് ഈ വഴി കടയുടെ സൈഡിൽ കൂടെ അങ്ങ് പോകണം. നമുക്ക് ബൈക്ക് കയറ്റാൻ പറ്റുമോ എന്നറിയില്ല. കയറ്റി നോക്കാം. വ്യൂ പോയിന്റ് ഇങ്ങോട്ടാണ്. point. വരുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വരാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇറങ്ങി വന്നു. പക്ഷേ ഇതങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ ജിഷയും. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഇറക്കണ്ടെന്ന് വെച്ചത്. അതാണ് വ്യൂ പോയിന്റ്. ഇതാണ് വ്യൂ പോയിന്റ്. താഴോട്ടിറങ്ങാം. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. താഴോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അതുകൊണ്ട് താഴോട്ട് ഇങ്ങനെ വഴി കിടപ്പുണ്ട്. പക്ഷേ വ്യൂ എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ടാണല്ലോ. അപ്പം കണ്ടിട്ട് ഇത് തന്നെയാണ് വ്യൂ പോയിന്റ് എന്ന് തോന്നുന്നു. കൂക്കലിലെ വ്യൂ പോയിന്റ്. യെസ്, ഈ ഒരു ഗ്ലൈഡർ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിർത്തി ചാടായിരുന്നു. കറക്റ്റ്. ഇത്രയും കാറ്റൊന്നുമില്ല ഇപ്പോൾ. ഉണ്ടോ? ബേർഡ്സ് വ്യൂ. അഴകൻ ആശ്രമം. ഇവിടെ 8 മിനിറ്റിന് 50 രൂപ. അങ്ങനെ കൊടുത്ത് വ്യൂ കാണണ്ട. നമ്മൾ ഭയങ്കര തേപ്പ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. ബാക്കി എല്ലായിടത്തും പോയി. അപ്പം നമുക്ക് ഇനി തിരിച്ചു പോവാം. എന്തൊരു തേപ്പല്ലേ. 8 മിനിറ്റ് 50 രൂപ കൊടുത്തിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം എന്നുള്ള സെറ്റപ്പ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മുട്ടൻ തേപ്പ്.
ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് വൈകിയാണ് റൂമിൽ കയറിയത്, അതുകൊണ്ട് റൂം എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഇതാണ് റൂം. അത് വ്യൂ കണ്ട ഇവിടെ നിന്നുള്ള. ഇപ്പോൾ രാവിലെ 8 മണിയായിട്ടുണ്ട്. ഇതാണ് റൂം. ഇവിടെ 2 റൂമുണ്ട്. കോമൺ ഡൈനിങ് ഏരിയ. ഇതാണ് റൂം. ഇതാണ് ജിഷ. ഇതാണ് ബെഡ്. ഒരു അലമാര തരുന്നുണ്ട്. TV ഉണ്ട്, വർക്ക് ചെയ്യണില്ല. ഇത് ബാത്റൂം, വിശാലമായ ബാത്റൂം. രാവിലെ 9 മണി തൊട്ട് ടൈം എഴുതിയിട്ടുണ്ടല്ലോ, 7 മണി തൊട്ട് 10 മണി വരെയാണ് ഇവിടെ ഗീസർ ഉള്ളത്. വൈഫൈ പാസ്വേഡ്, വൈഫൈ വർക്ക് ചെയ്യണില്ല. ഫുഡെല്ലാം കിട്ടും. ഉണ്ടല്ലോ, അവിടുത്തെ മെനു എല്ലാം എഴുതിയിട്ടുണ്ട്. ഫോണുണ്ട്, വർക്ക് ചെയ്യൂല. പക്ഷെ തൊട്ട് താഴെ പോയാൽ മതി, തൊട്ട് താഴോട്ട് ചെന്ന് പറഞ്ഞാൽ മതി, എല്ലാം സെറ്റാണ്. അപ്പം ശരി ഗൈസ്, നമുക്കിനി പൂന്തി വില്ലേജിലേക്ക് പോകാം. ഇവിടുന്ന് മറ്റേ മന്നമന്നൂർ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത് പൂന്തി. പൂന്തി കണ്ടതിന് ശേഷം വേറെ 2 വില്ലേജസ് കൂടിയുണ്ട്. അതാണ് നമ്മുടെ അജണ്ട. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ തിരിച്ചിട്ട് വാണ്ടത്തേക്ക് വിടുകയാണ്. ഫൈനലി ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. കുറേ സമയം എടുത്ത്, എന്നാലും വന്നല്ലോ. ഇതാണ് പൂന്തി വില്ലേജ്. നല്ല രസമുണ്ടായിരുന്നു താഴെയൊക്കെ. പിന്നെ ഈ മുകളിലോട്ട് വെറുതെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുന്നു. ഇവിടെ മുകളിലൊക്കെ ഇഷ്ടം പോലെ ചായക്കടകളുണ്ട്, താഴെയുണ്ട്. റോഡ് പണി നടക്കുകയാണ്, അപ്പോൾ സൂക്ഷിച്ച് പറഞ്ഞു. ഇപ്പോൾ വരെയാണ്, കാരണം ഇളകി കിടക്കുന്നതായതുകൊണ്ട്. ഇതെല്ലാം വെളുത്തുള്ളി കൃഷിയാണെന്നാണ് തോന്നുന്നത്. ചാക്ക് കെട്ടുകണക്കിന് വെളുത്തുള്ളി ഇവിടെ കിടപ്പുണ്ട്. ഇനി നമ്മൾ കിലവറൈ എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഈ റോഡ് തന്നെ സ്ട്രെയിറ്റ് പോയാൽ മതി, ഒരു 6 കിലോമീറ്റർ. ഇതാണ് കിലവറ എന്ന് പറയുന്ന ഗ്രാമം. വളരെ ശാന്തമായ ഗ്രാമമാണ്. ഇവിടെ അമ്പലത്തിൽ ഉത്സവമൊന്നും നടക്കുന്നതുകൊണ്ട് മല മുഴുവനും പാട്ടൊക്കെ ഇട്ട് അലമ്പാക്കിയിട്ടൊക്കെയാണ്. ആ ഒരു സൗണ്ട് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ശാന്തമായ സ്ഥലമായിരുന്നു. നിറച്ച് സ്റ്റെപ്പ് ഫാമാണ്, പുതിയ ഫാംസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെയൊക്കെ ഫുള്ള് കാണാം. എന്തായാലും ഈ ബഹളമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ അധികം ടൂറിസ്റ്റ് ഒന്നും വരുന്നില്ല. അപ്പം ശരി ഗായ്സ്, നമുക്ക് ഇനി ഇവിടെ നിന്ന് പൊള്ളൂരിലേക്ക് പോവാം. ഓക്കെ. ഇതാണ് പൊള്ളൂർ, നമ്മുടെ ഇറ്റനറിയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിൻ്റെ എൻഡെത്തി. ഇനി അങ്ങോട്ട് നടന്നു പോകാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മളങ്ങോട്ട് പോകണില്ല എന്ന് വയ്ക്കുന്നു. പോയാൽ നല്ലതായിരിക്കും. ഇനി ഒരു മല മുഴുവൻ ഒരു ഫാം ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കോപ്രോയിലൊക്കെ എന്തോന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മല മുഴുവൻ ഫുള്ള് ഏറ്റവും ടോപ്പിൽ വീടുകൾ, പിന്നെ താഴോട്ട് അതേ ഷിംലയിലൊക്കെ കാണുന്ന അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ, പിന്നെ ബാക്കി മൊത്തം ഫാമാണ്. താഴെ അങ്ങ് അറ്റം വരെ, താഴെ വരെ ഉണ്ട്. താഴെ വാലി എല്ലാം ഫാമാണ്.
ഇത്രയും നിറച്ച് ഫാം കൊടൈക്കനാൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നോർത്ത് ഈസ്റ്റ് ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞുകൂടാ അവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്. സൂപ്പർ. ഇപ്പോൾ ഇവിടെ വെളുത്തുള്ളിയും പട്ടാണിയും മാത്രമേ ഉള്ളൂ കൃഷി, അല്ലെങ്കിൽ ക്യാരറ്റും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. സ്ട്രോബെറി കൃഷി ഇവിടെ ഇല്ല, ചോദിച്ച് മനസ്സിലാക്കിയതാണ്. സ്ട്രോബെറി കൃഷിയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അവിടെ ഫോൾസൊക്കെ നിറച്ച് വെള്ളം ഒഴുകുന്നതാണ്. അവിടെ നമുക്ക് പോകാൻ പറ്റും, മുട്ടം വ്യൂ ആണ്. പക്ഷേ അതുവഴി പോകുന്ന തൊട്ടപ്പുറത്തെ പോസ്റ്റിൻ്റെ അതുവഴി വഴിയുണ്ട്, ഇത് നടന്ന് അങ്ങോട്ട് കയറിയാൽ മതി, നമ്മളങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, കേരളം പോലെയല്ല, നമുക്ക് എവിടെ വേണോ കയറി പോകാം. ഫോറസ്റ്റുകാരൊക്കെ കുറച്ച് സഹകരണത്തിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. ഒന്നും വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് എവിടെ വേണോ പോകാം. കൃഷിക്കാരാണെങ്കിലും ഇവിടുത്തെയൊക്കെ ആണെങ്കിലും ഒരു സീനൊന്നുമില്ല. ചുമ്മാ ഇപ്പോൾ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്, സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ആൾക്കാരെല്ലാം ഭയങ്കര സഹകരണമാണ്, അവർക്ക് ഓരോന്നും പറഞ്ഞു തരാൻ ഭയങ്കര ആഗ്രഹമാണ്. അവർ ചാടിച്ചാടി നിൽക്കുക. നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ചാൽ ഒരു 100 ഉത്തരം പറയും. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് പ്യൂർ ഗ്രാമപ്രദേശം. എല്ലാവരും ഇവിടെ കൊടൈക്കനാലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെറുതെ സിറ്റിയിൽ ഇറങ്ങി നിന്നിട്ട് അവിടുത്തെ ലേക്കും കണ്ട് തിരിച്ച് പോവാതെ ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങുക. കൊടൈക്കനാലിൽ തന്നെ റൂം എടുത്താൽ മതിയാവും, അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്താൽ മതി. എല്ലാവരും 30-35 കിലോമീറ്ററിനകത്തുള്ള സ്ഥലമാണ്. ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പിലാണ് വന്നത്, എന്നിട്ട് പോയി ഞങ്ങൾക്ക് ഈ ഗ്രാമപ്രദേശങ്ങളെല്ലാം കറങ്ങാൻ പറ്റി. അപ്പോൾ ഒരാഴ്ച ട്രിപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിക്കാം. കണ്ടില്ലേ എത്ര സഹകരണമാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കൊടൈക്കനാൽ. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ നടന്നിട്ടില്ല. ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വന്നതായിരുന്നു, അത് വേറൊരു വൈബായിരുന്നു. റിസോർട്ടിലായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സ് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് വെറുതെ ഡ്രൈവായിട്ട് വന്നിട്ടുണ്ട്. അത് വീട്ടിൽ പറയാതെയായിരുന്നു, പെട്ടെന്ന് വിടത്തം എന്നുള്ളത് കൊണ്ട് അതൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു വണ്ടി ഓടിക്കുക എന്നുള്ളതിൽ മാത്രം വന്നതാണ്. അപ്പോൾ ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പോഴാണ്. നൈസ്. ഇത് ഹസ്കിയാണ് കേട്ടോ, ചെളിയിലൊക്കെ ഇറങ്ങി. ഒറിജിനൽ ഹസ്കിയാണോ എന്തോ. ഇങ്ങ വാ വാടാ. வயசு பயலுக்காக அன்னதானமும் ரெடி ஆயிடுச்சு. முதல் பசியா இருந்தா சாப்பிட்டு வந்து கூட வழக்கு முறை வேற எது வேணுமா? சாப்பாடு போதுமா இல்லை வேற எது வேணுமாடா? சொல்றா, வாங்கி கொடுத்துட்றேன், வாங்கடா. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നേരെ ട്രിവാൻഡ്രം. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിൽ കാണാം. ബൈ.